2026 ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ആരംഭിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഇറാനിലെ ഭരണകൂടത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. എന്നാൽ ഇത് തിരിച്ചടിയാവുകയാണ് ചെയ്തത്. ഇറാനിലെ ആഭ്യന്തര ഭിന്നതകളെ ഉപയോഗപ്പെടുത്തി ഭരണമാറ്റം കൊണ്ടുവരാമെന്ന വാഷിംഗ്ടണിന്റെ ചിന്താഗതിക്ക് ലഭിച്ച കനത്ത പ്രഹരം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന ആഗോളക്രമത്തിന്റെ സമ്പൂർണ്ണ തകർച്ചയെയാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. നിയമാധിഷ്ഠിത ലോകക്രമം എന്ന സങ്കല്പം അപ്രസക്തമാവുകയും പകരം ശക്തൻ എന്ന് സ്വയം ചിന്തിക്കുന്നവരുടെ അരാജക വാഴ്ച ശക്തിപ്പെടുകയും ചെയ്തു. ഇറാന്റെ തിരിച്ചടി സൈനികപരമായി മാത്രമായിരുന്നില്ല, മറിച്ച് അത് ആഗോള സാമ്പത്തിക ക്രമത്തെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതോടെ ആഗോള എണ്ണവില ബാരലിന് $120 മുകളിലെത്തി. പതിറ്റാണ്ടുകളായുള്ള സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാനെ ലോകവിപണിയിൽ നിന്ന് നേരത്തെ തന്നെ പുറത്താക്കിയതിനാൽ പുതിയ നിയന്ത്രണങ്ങൾ ഇറാനേക്കാൾ കൂടുതൽ ബാധിച്ചത് അമേരിക്കയുടെ സഖ്യകക്ഷികളെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയുമാണ്. അമേരിക്കയുടെ രാഷ്ട്രീയ പരാജയം ഇന്ന് പർവ്വത സമാനമാണ്. യുദ്ധകളത്തിലെ തിരിച്ചടികളേക്കാൾ ഭീകരമാണ് വാഷിംഗ്ടൺ നിലപാടുകളിലെ പാപ്പരത്വം. ട്രംപിന്റെ അപ്രവചനീയത ഒരു നയതന്ത്ര ആയുധമായി ആദ്യകാലത്ത് വിജയിച്ചിരുന്നെങ്കിൽ 2026 അത് വലിയൊരു ബാധ്യതയായി മാറി. ഒരു രാജ്യം എപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ലോകത്തിന് പ്രവചിക്കാൻ കഴിയാതെ വരുമ്പോൾ അന്താരാഷ്ട്ര വിപണികൾ തകരുകയും സഖ്യകക്ഷികൾ അകലുകയും ചെയ്യുന്നു. ഇത് അമേരിക്കയെ ആഗോളതലത്തിൽ തന്നെ ഒറ്റപ്പെടുത്തി. അമേരിക്കയിലെ സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കി. എണ്ണ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ആഗോള വിപണിയിലെ ചാഞ്ചാട്ടം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ 8.7% പണപ്പെരുപ്പത്തിലേക്ക് നയിച്ചു. അമേരിക്കയുടെ ഉപരോധങ്ങളെ ഭയന്ന് ലോകരാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾക്കായി ഡോളറിന് പകരം മറ്റ് സംവിധാനങ്ങൾ, ഉദാഹരണത്തിന് ബ്രിക്സ് ചാനലുകൾ വഴിയൊക്കെ തേടാൻ തുടങ്ങി. പ്രതിരോധ സെക്രട്ടറിയായി പീറ്റ് ഹെഗ്സെത്തിനെ നിയമിച്ചത് അമേരിക്കൻ സൈന്യത്തിന്റെ തകർച്ചയുടെ തുടക്കമായിരുന്നു. തന്ത്രപരമായ വിവേകത്തെക്കാൾ ഉപരിയായി ദേശീയതയും പ്രത്യയശാസ്ത്ര വാശികളും സൈനിക തീരുമാനങ്ങളെ ബാധിച്ചു. പെന്റഗണിനെ ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയാക്കി മാറ്റിയതോടെ അമേരിക്കൻ സൈന്യത്തിന്റെ പ്രൊഫഷണലിസം തകരുകയും സൈനികർക്കിടയിൽ ഭിന്നത രൂക്ഷമാവുകയും ചെയ്തു. എഡ്വേർഡ് സെത്ത് തന്റെ വിഖ്യാത കൃതിയായ ഓറിയന്റലിസത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ പാശ്ചാത്യ ശക്തികൾ കിഴക്കൻ രാജ്യങ്ങളെ എല്ലായ്പ്പോഴും അയുക്തികരും ഭീകരരും നിയന്ത്രിക്കപ്പെടേണ്ടവരുമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. വാഷിംഗ്ടൺ ഇറാനെ ഒരു യുക്തിഹീനമായ രാജ്യമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇത് ഇറാന്റെ മേൽ നടത്തുന്ന ഏതൊരു ആക്രമണത്തെയും നാഗരികതയെ രക്ഷിക്കാനുള്ള നടപടിയായി ന്യായീകരിക്കാൻ അമേരിക്കയെ സഹായിക്കുന്നു. സൈനികമായി തങ്ങളെക്കാൾ കരുത്തനായ ശത്രുവിനെ നേരിടാൻ ഇറാൻ സ്വീകരിക്കുന്നത് അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും പ്രോക്സി ഗ്രൂപ്പുകളെയും ഉപയോഗിച്ചുള്ള തന്ത്രമാണ്. ഇത് അമേരിക്കൻ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തുന്നു. ഫ്രാൻസിനെ പോലുള്ള രാജ്യങ്ങൾ സമാധാനത്തിന് ശ്രമിച്ചെങ്കിലും അമേരിക്കയുടെ വാശിക്ക് മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അതേസമയം സ്പെയിൻ അന്താരാഷ്ട്ര നിയമങ്ങൾ ഉയർത്തിപ്പിടിച്ച് അമേരിക്കൻ നയങ്ങളെ പരസ്യമായി എതിർത്തത് യൂറോപ്പിലെ പുതിയൊരു അധികാര സമവാക്യത്തിന് തുടക്കമിട്ടു. 2026 യുദ്ധം ലോകത്തിന് നൽകുന്ന പാഠം വ്യക്തമാണ്. ആയുധബലം കൊണ്ട് ഒരു നാഗരികതയെയും കീഴടക്കാനാവില്ല. ഇറാൻ തകർന്നില്ല, മറിച്ച് കൂടുതൽ കരുത്താർജിച്ച പ്രതിരോധ നിരയായി മാറി. ചൈനയും റഷ്യയും ഈ അവസരം മുതലെടുത്ത് ആഗോളതലത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു.